ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പി സിയിൽ എങ്ങനെ സ്റ്റീം ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതും പിന്നെ അതിലെങ്ങനെ പാസ്വേഡ് അടിക്കുമ്പോഴുള്ള ആ പ്രോബ്ലം, പാസ്വേഡ് അടിച്ചതിന് ശേഷം ഇൻകറക്റ്റ് പാസ്വേഡ് എന്ന് കാണിക്കുന്നു, ആ പ്രോബ്ലം എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൽ പോയിട്ട് സ്റ്റീം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വെൽക്കം ടു സ്റ്റീമിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ ഈ ഒരു പേജിലോട്ട് എത്തും സ്റ്റീമിൻ്റെ. അതിൽ ഇൻസ്റ്റാൾ സ്റ്റീം എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത് ഇൻസ്റ്റാൾ സ്റ്റീം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അത് ഡൗൺലോഡായി വരുന്നതാണ്. ഇനി നമ്മളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് സി ഡ്രൈവോ ഡി ഡ്രൈവോ ഏതിലെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഇൻസ്റ്റാൾ ആവാണ്ട്, ഇത് ഒരുപാട് MB ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾക്ക് ഇൻകറക്റ്റ് പാസ്വേഡ് വരാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിലിൻ്റെ പ്രോബ്ലമാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ എപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ടൊരു ഇമെയിൽ ഉണ്ടാക്കണം. ആ ഇമെയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഇമെയിലിൽ പോയിട്ട് ഒരിക്കലും ലോഗിൻ ചെയ്ത് അപ്പോഴാണ് ഇൻകറക്റ്റ് പാസ്വേഡ് ഒക്കെ കാണിക്കുന്നത്. അതിന് നമുക്ക് നേരെ ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് ഇതിലെങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെങ്ങനെ ലോഗിൻ ചെയ്യാൻ നോക്കാം. ആദ്യം സ്റ്റീമിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് സ്റ്റീമിലേക്ക് കയറുക. അപ്പം നമുക്ക് അവിടെ സൈഡിലായിട്ട് ഒരു ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. അതിൽ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതിൽ നമുക്കിവിടെ ഒരു ഇമെയിൽ അടിച്ചു കൊടുക്കണം. അതായത് നമ്മൾ പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കിയ, അതായത് മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പുതിയ ഇമെയിൽ അഡ്രസ് ഇവിടേക്ക് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ ഐ ആം എ ഹ്യൂമൻ ടൈപ്പ് ചെയ്ത് 13 ആ ഇയർ അതിൻ്റെ ഒരു ടിക്ക് ഉണ്ടാവും, അതും ചെയ്തിട്ട് കണ്ടിന്യൂ അടിക്കാം. അത് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും, വെരിഫൈ യുവർ ഇമെയിൽ അക്കൗണ്ട്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ മൊബൈലിൽ ഇമെയിൽ ബോക്സ് പോയിട്ട് നമ്മൾ ഏത് ഇമെയിലാണ് കൊടുത്ത ആ ഇമെയിലിൽ അക്കൗണ്ട് സ്വിച്ച് ചെയ്തിട്ട് അതിൽ വെരിഫൈ സ്റ്റീം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ വെരിഫൈ ആവുന്നതാണ്. ഇനി നമുക്ക് അവിടെ അക്കൗണ്ടിന് ഒരു നെയിം കൊടുക്കണം. ഇതാണ് ഇമ്പോർട്ടൻ്റ്. അവിടെ ഒരു നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ചൂസ് പാസ്വേഡ് നിൽക്കുന്ന സമയത്ത് അവിടെ ഈ പേര് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് നമ്പർ കൂട്ടിയിട്ട് തരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്യുക, നമ്മളെ പേരിൻ്റെ കൂടെ പോലെ തരുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ ആ നമ്പർ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ നല്ലൊരു പാസ്വേഡ് ഇടുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ലെറ്റർ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു നമ്പർ കൊടുക്കണം, പിന്നെ ഒരു അറ്റോ ഡോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചെയ്തതിന് ശേഷം നമ്മൾ കൺഫേം അടിക്കുക. അതായത് കൺഫേം പാസ്വേഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്നും കൂടി നമ്മൾ അതിൽ ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം തന്നെ കംപ്ലീറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിൽ വരും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ നമ്മുടെ നമ്മളെ നെയിം അവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നേരത്തെ വന്ന ആ നെയിം അതുപോലെ അവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ എവിടെയെങ്കിലും എഴുതി വെക്കണം, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നമ്മളത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അടിയിൽ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം സൈനിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എറർ വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ കറക്റ്റ് ആ പേര് നെയിം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അത് തെറ്റിയതാണ്. അപ്പം നമ്മൾ ആ നേരത്തെ എഴുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പം വന്ന ആ നെയിം കൂടെ കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലാഞ്ഞാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വെരിഫിക്കേഷൻ വരും. എന്നിട്ട് നമ്മൾ അവിടെ ഒരു കോഡ് അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിലെ ജിമെയിൽ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് വരും. ആ കോഡ് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മളിവിടെ ലോഗിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോഗിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത്തത് നമ്മളെ മൊബൈലിൽ തന്നെ ഉള്ളൊരു പുതിയ ഇമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുക. അതുപോലെ അക്കൗണ്ട് നെയിം, അതായത് അത് എവിടെയെങ്കിലും എഴുതി വെക്കുക, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കറക്റ്റ് പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പിന്നെ നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. എന്നാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഡൗൺലോഡായി വരുന്നതാണ്, അതായത് വെരിഫൈ ആയി വരുന്നതാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെ സ്റ്റീം അക്കൗണ്ടിൽ ഒരു യൂറോ ട്രക്ക്, അതായത് അമേരിക്കൻ ട്രക്ക് സിമുലേറ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ അതിൻ്റെ പിന്നേന് മുന്നൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ നമ്മളെ PC-യുടെ അതായത് അമേരിക്കൻ ട്രക്ക് സിമുലേറ്റർ ഓണാക്കുമ്പം നമുക്ക് നല്ലൊരു സ്പീഡും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫിക്സ് പ്രോപ്പർട്ടീസ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ബേസിക് മോഡ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസൊല്യൂഷൻ എപ്പോഴും നമ്മളെ കമ്പ്യൂട്ടറിനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സെറ്റിങ്സിലുണ്ടാവും, അത് കൊടുക്കുക. പിന്നെ റീഫ്രഷ് റേറ്റ് നമ്മൾ എപ്പോഴും കൂട്ടിയിടാൻ ശ്രമിക്കുക. എന്നിട്ട് അപ്ലൈ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഓഫ് ആവും, അതായത് റീസ്റ്റാർട്ട് ആവുമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഓഫ് ആവും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ആ ഓക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡും സ്മൂത്തും അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ എൻ്റെ PC-യുടെ ഒരു സ്പെക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അമേരിക്കനാണ്, അതായത് യൂറോൻ്റെ ഏതായാലും നല്ലത് ലോൻ്റെ PC-ക്ക് അമേരിക്കൻ ട്രക്ക് സിമുലേറ്ററാണ് എനിക്ക് സ്മൂത്തായിട്ട് തോന്നിയത്. ഇതിൽ നമ്മൾ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയിലോട്ട് നീക്കി കഴിഞ്ഞാൽ എബൌട്ട് എന്ന് കാണും. ആ എബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ PC-യുടെ എല്ലാ വിവരങ്ങളും കാണാം. 8GB RAM, ഇൻ്റലിൻ്റെ i3 2100, 256GB സ്പേസും ഒക്കെയാണുള്ളത്. പിന്നെ ഗ്രാഫിക്സ് നോക്കി കഴിഞ്ഞാലും 256 ഉള്ളൂ, നമുക്ക് ചെറിയ സൈസിൽ നമുക്ക് വരുന്നുള്ളൂ ഗ്രാഫിക്സും. GPU ഇൻ്റലിൻ്റെ HD അതിൽ തന്നെ വരുന്ന ഇൻറ്റഗ്രേറ്റഡ് ആണ്, വളരെ ലോ എൻഡ് ആണ്. അപ്പോൾ ഇന്ന് അപ്ഗ്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ അമേരിക്കൻ ട്രക്ക് സിമുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.